ഹായ്, എല്ലാവർക്കും ബിഗ് ബോസ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഞാൻ അരുണ. ഇന്നലത്തെ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ലാലേട്ടൻ അനുവിനോട് ചോദിക്കുന്നുണ്ട്, ജിസയിലും ആര്യനും തമ്മിലുള്ള സംഭാഷണം ചർച്ചയാവുകയായിരുന്നു. അപ്പോൾ അതിൽ അനു പറഞ്ഞ തീരുമാനത്തിൽ തന്നെയാണ്, അല്ലെങ്കിൽ അനു പറഞ്ഞ ആ ഒരു വാക്കിൽ തന്നെയാണ് അനു ഉറച്ചു നിൽക്കുന്നത്. ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, അനു അങ്ങനെ ഒരു സംഭവം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത്, തോന്നിവാസമാണോ പറയുന്നത് എന്നൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. നല്ല രീതിയിൽ അനുവിന് ഫയറിംഗ് ഒക്കെ കിട്ടുന്നുണ്ട്. ഇത്രയും ഫയറിംഗ് ഒക്കെ കേട്ടിട്ടും അനു ആ ഒരു സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ലാലേട്ടൻ ചോദിച്ചിട്ടോ, അല്ലെങ്കിൽ ലാലേട്ടൻ്റെ മുന്നിലെന്നല്ല, ആരുടെ മുന്നിലാണെങ്കിലും ഞാൻ ഇത് തന്നെ പറയുള്ളൂ എന്നുള്ളൊരു രീതിയിൽ തന്നെയായിരുന്നു അനുവിൻ്റെ ഇന്നലത്തെ സംഭാഷണം. അനുവിൻ്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള ഒരു പ്രതികരണം ലാലേട്ടൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് തന്നെ നമുക്ക് തോന്നിപ്പോകും. ഞാൻ സ്ഥിരമായിട്ട് സ്റ്റാർ മാജിക് ഷോ കാണുന്ന ഒരു പ്രേക്ഷകയായിരുന്നു. അപ്പോൾ പല ഗെയിമുകളിലും അനുവിൻ്റെ ഭാഗത്തു നിന്ന് മിസ്റ്റേക്കുകൾ വരുമ്പോഴും, അല്ലെങ്കിൽ അനു കളിച്ചത് ഒരു തെറ്റായിട്ടുള്ള ഗെയിം ആണെങ്കിൽ പോലും അനു അവിടെ അത് അംഗീകരിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും ക്യാമറയിൽ കൂടി കാണിച്ചു കൊടുത്താൽ പോലും അനുവിൻ്റെ സ്റ്റാൻഡിൽ തന്നെ നിൽക്കും, ഞാൻ കളിച്ചത് ശരിയായിരുന്നു എന്ന് തന്നെ ഉറച്ച തീരുമാനത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് അത് അന്നും തോന്നിയിട്ടുണ്ട്. ആ ഒരു രീതി തന്നെയാണ് അനു ഇപ്പോൾ ബിഗ് ബോസിലും ഫോളോ ചെയ്യുന്നത് എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും അനുവിൻ്റെ ഫാൻസൊക്കെ അനുവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അനുവിൻ്റെ PR വർക്കുകൾ നല്ല രീതിയിൽ നടക്കുന്നുമുണ്ട്. ഇപ്പോൾ ലാലേട്ടനും ബിഗ് ബോസുമാണ് ഏറെ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ ഇന്നലത്തെ എപ്പിസോഡിൽ 3 കണ്ടസ്റ്റൻസ് ഔട്ടായിട്ടുണ്ടായിരുന്നു. അതിൽ അപ്പാനി, ശൈത്യ, രേണുസുതി, ഇവർ 3 പേരുമായിരുന്നു ഔട്ടായിട്ടുള്ളത്. അപ്പാനി അത്യാവശ്യം കുറച്ച് എപ്പിസോഡും കൂടിയൊക്കെ, അല്ലെങ്കിൽ ഒരു അവസാനത്തെ ഒരു സ്റ്റേജ് വരെയൊക്കെ പോകേണ്ട ഒരു വ്യക്തിയാണ് എന്ന് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പാനി കുറച്ച് ഗെയിം കളിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ആൾ കൂടുതലും ഗെയിം കളിക്കുന്നത് നെഗറ്റീവ് ഗെയിം ആയിരുന്നു കളിച്ചത്. ഒരു പോസിറ്റിവിറ്റി കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരു പ്രേക്ഷക പിന്തുണ അപ്പാനിക്ക് ലഭിക്കാത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ശൈത്യയുടെ കാര്യം പറയുകയാണെങ്കിൽ, ശൈത്യ ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്ത ഒരു ഗെയിമായിരുന്നു അവിടെ കാഴ്ചവെച്ചത്. പറഞ്ഞൊരു കാര്യത്തിന് ഒരു നിലപാടില്ല, ആരെങ്കിലും ചോദിച്ചാൽ മാറ്റി പറയുന്ന ഒരു സിറ്റുവേഷൻ, അങ്ങനത്തെ ഒരു ക്യാരക്ടറായിട്ടാണ് നമുക്ക് പുറത്ത് ശൈത്യനെ ഫീൽ ചെയ്തത്. അതുകൊണ്ടാണ് ശൈത്യയും ഔട്ടായിട്ടുള്ളത്. പിന്നെ രേണുസുതിയെ പറ്റി പറയുവാണെങ്കിൽ, ആരുടെയൊക്കെയോ ഫോഴ്സ് കൊണ്ട് ബിഗ് ബോസിൽ അകപ്പെട്ടു പോയ ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ ആൾക്ക് എങ്ങനെയാണ് ഗെയിം കളിക്കേണ്ടതെന്ന് ബിഗ് ബോസ് ഗെയിമിനെ പറ്റി ആൾക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെ എപ്പോഴും ക്യാമറ നോക്കി എനിക്ക് പോകണം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനും കൂടി ഉള്ളത് കൊണ്ട് തന്നെയാണ് രേണുസുതിയെ, അത് തന്നെയാണ് കാരണമായിട്ട് ലാലേട്ടനും പറഞ്ഞിട്ടുള്ളത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.